ഹായ് ഹായ് എവരിവൺ. ഇന്ന് ലഡു സിംഗ് സാറിന് എന്ത് പറ്റി? നമ്മളെ കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, എനിക്ക് സംശയം തോന്നി. ചിലപ്പോ ജോലി തിരക്ക് കാരണം കണ്ടു കാണില്ല. എന്തുപറ്റി ലഡു സിംഗ് സാറേ? എന്താ ഉണ്ടായത്? ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ തോക്കൊണ്ട് ഞാൻ വെടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും. ഇനി ഒരു അക്ഷരം മിണ്ടാതെ മരയ്ക്ക് നിന്റെ പേഴ്സും കൊണ്ട് തന്നെ വേഗം എടുക്ക്. Hands up! ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇപ്പോൾ നഗരത്തിൽ പോലീസുകാർ തുടങ്ങിയിരിക്കുന്നു പകൽ കൊള്ള. അതും ഇൻസ്പെക്ടർ ലഡു സിംഗ് ആണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ചിട്ടാണ് ലഡു സിംഗ് പണം മോഷ്ടിക്കുന്നത്. നേരിട്ട് കാണൂ. ഒരു മനുഷ്യൻ വളരെ ദൂരത്ത് നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാണൂ. ഇത് ശരിക്കും കലിയുഗം തന്നെ. ഇപ്പൊ ഈ ലഡു സിംഗ് ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അതായത് ഞാൻ സദ്യുഗരാഗം ആരംഭിക്കാം. അതോടുകൂടി കലിയുഗം പമ്പ കിടക്കും. നിർത്താമോ നിങ്ങളുടെ ഈ പാട്ട്? കേട്ട് കേട്ട് എന്റെ ചെവിക്കല്ല് പോവാറായി. എന്തുവാ മനുഷ്യ ഇത്? ലഡു സിംഗ് സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. പോണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഇത് കണ്ടോ പേടാറാം? ഇവിടുത്തെ ജനങ്ങളൊക്കെ എന്നെ കണ്ട് പേടിക്കുന്നത്. ഇനി എന്റെ പരിധിയിൽ എവിടെയും ഒരു മോഷണവും നടക്കില്ല. കൊള്ളടിക്കാനും പറ്റില്ല. ആരെയും പറ്റിക്കാനും കഴിയില്ല. എന്തേ? സാറേ, ഇത് ശരിക്കും അത്ഭുതം തന്നെ. സാറിനെ കാണുമ്പോ ശരിക്കും ജനങ്ങൾക്ക് പേടി തോന്നുന്നു. ഇത് പേടിയൊന്നല്ല പേടാറാം സാർ. ന്യൂസ് കേട്ട് എങ്ങനെയൊക്കെ ചെയ്തത്. അതായത് ഇന്ന് ടിവിയില് ന്യൂസ് പറഞ്ഞു ലഡു സിംഗ് സാർ ജനങ്ങളെ പേടിപ്പിച്ച് കൊള്ളയടിക്കുന്നു എന്ന്. ആ കാരണം കൊണ്ട് ലഡു സിംഗ് സാറിനെ കണ്ടതും ജനങ്ങൾ ഇങ്ങനെ ഓടുന്നത്. എന്ത്? ഞാൻ ജനങ്ങളെ കൊള്ളടിക്കുന്നു? ഈ ഞാനോ ഇൻസ്പെക്ടർ ലഡു സിംഗോ ജനങ്ങളെ കൊള്ളടിക്കുന്നു? ഐ ശിവ, നീ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ പേടാറാമിനോടൊപ്പം ഈ മാർക്കറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എനിക്കിപ്പോ ആകെ കുഴപ്പമായത് ലഡു സിംഗ് സാറേ. കണ്ടില്ലേ, ആ ഇൻസ്പെക്ടറാണ് എന്റെ അടുത്ത് നിന്ന് കാശൊക്കെ അടിച്ചു മാറ്റിയത്. അതെ അതെ, എന്റെ വടവ് മോഷ്ടിച്ചത് ഇയാളാ. ഇതിപ്പോ ഒരു വലിയ പൊല്ലാപ്പായല്ലോ. അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങള് വേറെ ആരെയോ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ലഡു സിംഗ് ഒരു സിൻസിയർ ഓഫീസറാണ്. എന്നെ വിട്ടേരെ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ലഡു സിംഗ് സാറിനെ സംശയിച്ച് അവര് പപ്പടാക്കി കളയും. അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. എടോ വഴിമാറ്, വഴിമാറ്. എന്റെ അമ്മോ, ഇത് ഏതുവരെ പോകും? ഇതിലാരെങ്കിലും ഒന്ന് തടയലേ? ആരെങ്കിലും അങ്ങോട്ട് നോക്കൂ, എത്രയും പെട്ടെന്ന് ചാടാൻ നോക്ക്. ഓക്കേ.
ലഡു സിംഗ് സർ, വേഗം ഇതിൽ പിടിച്ച് എത്രയും പെട്ടെന്ന് മുകളിൽ കയറാൻ നോക്ക്. അതെ, മുങ്ങുന്നവന് വൈക്കോൽ നീട്ടിട്ട് കാര്യമില്ല, ഓടുന്നവന് കയറ് നീട്ടിയിരിക്കുന്നു. താങ്ക് യു ശിവ. കണ്ടോ വേദ നഗരം ഇപ്പോൾ എങ്ങനെയായെന്ന്? പോലീസുകാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരോട് പോയാണ് പരാതികളൊക്കെ പറയുക? ഹലോ ചേട്ടാ, ചേട്ടൻ ഇൻസ്പെക്ടർ ലഡു സിംഗ് പറ്റിച്ചോ? ഒന്ന് പറയൂ. അതെ, എന്നെ പറ്റിച്ചു. എന്റെ അടുത്തൊന്നും മോഷ്ടിച്ചോ? ഇനി ഞാനും മോഷ്ടിക്കാം. ഹാൻഡ്സ് അപ്പ്. എല്ലാവരും കയ്യിലുള്ള പണം എനിക്ക് തരിക. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ഓരോന്നിനെയും ചുട്ടരിക്കും ഞാൻ, കേട്ടല്ലോ? ഇയാളും കള്ളനാണോ? ഇപ്പൊ ഈ നഗരത്തിൽ നമ്മൾ ആരെയാ വിശ്വസിക്കുക? ഇതാ ഞങ്ങളുടെ പേര്. ഇനി ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം. എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നിൽക്ക്. വേഗം ആവട്ടെ, സമയം കളയല്ലേ. ശിവ, ഇത് ശരിക്കും അവന്റെ പണി തന്നെ ആയിരിക്കും. ഞാൻ വേഗം ചെന്ന് അയാളെ പിടിക്കട്ടെ. ശരി, ഈ ആൾക്കാരുടെ ഒരു ഇന്റർവ്യൂ എടുത്തേക്കാം. ഹലോ എവരിബഡി. നോക്കൂ, ഇയാളുടെ കയ്യില് ഗണ്ണില്ല. വേഗം ചെല്ലു, പിടിക്കയാളെ. ആ കള്ളനെ വിടരുത്. അടിക്കൂ, ആ മോഷ്ടാവിനെ അടിക്കൂ. വെറുതെ വിടരുത്. കള്ളൻ, കള്ളൻ, അയാളെ വിടരുത്. കള്ളൻ, അടിക്കൂ. അല്ലങ്ങനെ തല്ലല്ലേ, ഇയാളാണ് ഒറിജിനല്. നിങ്ങളുടെ പണം കൊള്ളയടിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടവനുണ്ടല്ലോ, അവനാണ് ഡ്യൂപ്ലിക്കേറ്റ്. അടിക്കൂ, ആ മോഷ്ടാവിനെ. വേണ്ട, എനിക്കുള്ള തല്ല് ഞാൻ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഇന്നെ തല്ലല്ലേ. സാറേ, എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കുറിച്ച് ആലോചിച്ചാൽ മതി. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ഏ കുട്ടി, എന്റെ വഴിന്ന് മാറി നിൽക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. പിന്നെ കുട്ടിയെ കുട്ടി എന്നല്ലാതെ ചട്ടിന്ന് ആരെങ്കിലും വിളിക്കുവോ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ജനങ്ങളെല്ലാം കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇറങ്ങണം ഇവിടുന്ന്. ശിവ, മോഷണവും കള്ളത്തരവും ഒക്കെ ഒരു അജ്ഞാതനാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അയാൾ ആരുടെ വേഷവും ധരിച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അവൻ ഭയങ്കര കൗശലക്കാരനാണ്. അയാൾ എത്ര കൗശലക്കാരനായാലും ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അയാളെ തീർച്ചയായും പിടിച്ചിരിക്കും. ഇനി ഈ ചെറുക്കനൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. അവൻ എന്നെ എന്തുമാത്രം തല്ലിയെന്നറിയോ തനിക്ക്? റാണ സർ, നഗരത്തിലെ മുക്കും മൂലകളിലും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എത്തിയിരിക്കണം. അതുമല്ലാതെ എവിടെയെങ്കിലും മോഷണമോ പിടിച്ചുപറിയോ നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഞാനും ലഡു സിംഗ് സാറും പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവരെ പിടിച്ചിരിക്കും. എന്താ ലഡു സിംഗ് സാറേ? അതെ 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 അതെ, അവൻ കാരണം എനിക്കും ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കും അവനോട് കണക്കുകളൊക്കെ തീർക്കണ്ടേ? ശിവ, 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 ഞാൻ കൊള്ളയടിക്കപ്പെട്ടു.
എന്ത് കൊള്ളയടിക്കപ്പെട്ടെന്നോ? എങ്ങനെ മുത്തശ്ശ? അവിടെ ഒരുത്തൻ എന്റെ ഗെറ്റപ്പ് ഇട്ടിട്ട് മാർക്കറ്റിൽ മുഴുവൻ കറങ്ങി നടക്കുക. അവൻ ആദ്യം എന്നെ തന്നെയാ കൊള്ളയടിച്ചത്. മറ്റുള്ളവരെയും അവൻ കൊള്ളയടിക്കും. എന്റെ പേര് നാശമാകുമല്ലോ. വാ. വേഗം വേഗം വേണം. വീട്ടിലുള്ള എല്ലാ ആഭരണങ്ങളും എടുത്ത് എന്റെ കയ്യിൽ തന്നേക്ക്. അതിനെല്ലാം ഞാൻ ഉടനെ തന്നെ ബാങ്ക് ലോക്കറിൽ വെച്ചേക്കാം. ഒരുപാട് പേരെ അവൻ ഇതിനകം കൊള്ളയടിച്ചു കഴിഞ്ഞു. ഈ നഗരത്തിൽ ആരും സുരക്ഷിതരല്ലാതായിരിക്കുന്നു. ആണോ? ദാ ഇപ്പൊ കൊണ്ടുവരാം. ദാ എല്ലാം ഇതിലുണ്ട്. നിങ്ങൾ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാ മതി. നീ വേഗം പോയി ആ കസേരയിൽ ചെന്നിരിക്കേ. ശരി. അല്ല, ഇത് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്താന്ന് പറ. നിങ്ങൾക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ശരിക്കുള്ള മുത്തശ്ശനല്ല, ഞാൻ ശരിക്കും ഒരു കള്ളനാണെന്നേ. നിങ്ങളുടെ ചെറുമകൻ ശിവയെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. അവൻ ടിവിയിൽ ഭയങ്കര വാചകടിയായിരുന്നില്ല, അതാ. ഓ ശിവ, 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 ഫെൻസിംഗ്. ദാ അവിടെ നിൽക്കുന്നു. ഇതെന്താ വില? യാ. Hands up. ലഡ്ഡു സിംഗ്, എന്താ ഈ കാണിക്കുന്നത്? ഞാൻ മുത്തശ്ശനാണ്, ശിവയുടെ യഥാർത്ഥ മുത്തശ്ശൻ, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശനല്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്നെ കുറിച്ച് ശരിക്കും അറിയാം. മര്യാദക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോ, അല്ലെങ്കിൽ ഇവനെ പിടിച്ചത് നന്നായി. പിടറാം, വേഗമായിട്ട് മാസ്ക് ഊര്. ആദ്യം എന്റെ മാസ്ക് ഇട്ടുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് കൊള്ളയടിച്ചു. പിന്നെ റാണാന്റെ മാസ്ക് ഇട്ട് കൊള്ളയടിച്ചു. എന്നിട്ട് ഇപ്പോഴോ നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശന്റെ മാസ്ക് ഇട്ടുകൊണ്ടാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ നോക്കിയിരിക്കുന്നത്. വേഗം ഊര്, അയാളുടെ മാസ്ക് ഊരാൻ. വേണ്ട 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 വേണ്ട. സാറേ, ഇങ്ങനെ മൂത്തവരുടെ മാസ്ക് ഊരി ദ്രോഹിക്കുന്നത് ഒരു വലിയ തെറ്റാണ് സാർ. പിടറാം, ഇയാൾക്ക് കൂടുതൽ പ്രായമില്ല. ഇയാള് നമ്മുടെ മുത്തശ്ശനുമല്ല. ഇയാള് ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു കള്ളനാണ്, കള്ളൻ. ലഡ്ഡു സിംഗ്, എന്താ ഈ കാണിക്കുന്നത്? ഞാൻ മുത്തശ്ശനാണ്. ഞാൻ നിനക്ക് പാട്ട് പാടി കേൾപ്പിച്ചു തരാം. സാറേ, ശരിക്കും ഇത് മുത്തശ്ശൻ തന്നെയാ? അതെ, ഞാൻ ശരിയായ മുത്തശ്ശനാണ്. ഹലോ ശിവ, ഒരു അജ്ഞാതൻ വീട്ടിലേക്ക് വന്ന എല്ലാ സ്വർണ്ണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. പെടരം സാറേ, വേഗം വാതിൽ തുറക്ക്. ഇതെന്റെ ശരിക്കുള്ള മുത്തശ്ശനാണ്. മുത്തശ്ശന്റെ വേഷത്തിൽ വന്നത് കള്ളനാണ്. അയാൾ എല്ലാ സ്വർണം മോഷ്ടിച്ചു. വിട്ടോ, പിടറാം, വേഗം വന്നേ. നിനക്കറിയോ, അവൻ എന്നെ പിടിക്കുന്നു പറഞ്ഞ് ഭയങ്കര വാചകടിയായിരുന്നു. എന്നിട്ട് എന്തായി? അവന്റെ വീട്ടിലെ സ്വർണ്ണം ഇപ്പൊ എന്റെ അടുത്താ. സാറേ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലത്തെ തെറ്റ് ചെയ്യില്ല സാറേ. ഓരോരുത്തരുടെയും വേഷമിട്ട് ഞാനാണ് എല്ലാ സ്ഥലത്തും മോഷ്ടിച്ച കള്ളൻ. ഇതേതവനായി ചപ്പാത്തി മോന്ത? എന്റെ പേര് കളയാനുള്ളവൻ. ഇന്ന് വരെ എന്നെ ആരും പിടിച്ചിട്ട് പോലുമില്ല. എന്റെ പേരിന് കളങ്കമുണ്ടാക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങും. എന്റെ പരിധിയിൽ മോഷണമോ? ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? പറഞ്ഞോ, നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പറ. നഗരത്തിന് പുറത്തൊരു പൊട്ട കിണറുണ്ട്, അതിനകത്ത് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റേഷനിലത്തെ കോൺസ്റ്റബിളിലേക്ക് അങ്ങോട്ട് പോവാൻ പറ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവൻ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ അവിടുന്ന് തിരിച്ചെടുക്കണം. സാധനങ്ങളോ? അത് മൊത്തം എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. ഇവര് ഏത് സാധനം എടുക്കുന്ന കാര്യമോ പറഞ്ഞത്? ഞാൻ വേഷം മാറിയത് കണ്ടുപിടിക്കാൻ പോകുന്നു. ശിവ, ആ കോൺസ്റ്റബിളിനെ ഒന്ന് നോക്കി. അയാളെ കണ്ടിട്ട് എന്തൊരു സംശയം പോലെ.
ലഡു സിംഗ് സർ, നിങ്ങൾ എത്ര കോൺസ്റ്റബിൾമാരെയായി നിർത്തിയിരിക്കുന്നത്? ആകെ 8 പേര്. അവരവിടെ നിർത്തിയിരിക്കുകയാണ് അജ്ഞാത കള്ളനെ കണ്ടുപിടിക്കാനായിട്ടേ. പക്ഷെ അവിടെ 9 പോലീസുകാരാണല്ലോ ഉള്ളത്. ഒരാളപ്പ എവിടുന്നാ വന്നതാവോ? അപ്പൊ അയാൾ തന്നെയാണ് കള്ളൻ. നമ്മൾ പിടിച്ച കള്ളൻ ആരാന്ന് നോക്കാൻ വന്നിരിക്കുകയാണ്. കൂടാതെ മോഷ്ടിച്ച സാധനവും നോക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വിരിച്ച വലയിൽ അവൻ വീണിരിക്കുകയാണ്. കോൺസ്റ്റബിൾസ് അറ്റൻഷൻ. ഓക്കെ കോൺസ്റ്റബിൾസ്, ഞാൻ വരുത്തിയത് 8 കോൺസ്റ്റബിൾസ് ആണ്. പക്ഷെ ഇപ്പത് 9 ആയി കഴിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചത്? ലഡ്ഡു സിംഗിനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? പറ, വേഗം പറഞ്ഞോ, നീ ആരാണെന്ന്. ഞാനാണ് ബഹ്റുബിയ കള്ളൻ. അല്ല, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് പൊക്കാൻ പോവാ. എല്ലാവരും ഇയാളുടെ ധൈര്യം കണ്ടോ? ഇയാൾ എന്നെ പൊക്കിക്കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണെന്ന്. ഈ ലഡ്ഡു സിംഗിനെ പൊക്കിക്കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണെന്ന്. ഐ, ഇനി ഒന്ന് പറഞ്ഞു തന്നെ, ഇവിടുന്ന് നീ എങ്ങനെ എന്നെ പൊക്കി കൊണ്ടുവന്ന്? ഇങ്ങനെ hands up. എനിക്ക് ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. എല്ലാവരുടെയും കയ്യിലുള്ള പേഴ്സും പണവും തന്നാ മാത്രം മതി. വെച്ചോളൂ. ഇതാ എന്റെ പേഴ്സ്. ഇതാ എന്റെ പേഴ്സ്. ഇതെന്റെതാ. ഇന്നാ അതെ, എന്റെ 1 മാസത്തെ ശമ്പളം മുഴുവനും ഈ പേഴ്സിനകത്താണ് ഉള്ളത്. ഇത് മുഴുവൻ എടുത്തോണ്ട് പോകരുതേ. ഈ മാസം പിന്നെ എങ്ങനെ ചെലവ് നടത്തും? വേണ്ട. ഏ കുട്ടി, മര്യാദയ്ക്ക് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. അവനെ വേഗം പിടിക്ക്. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ശിവ, ദാ വെള്ളം. വേഗം കണ്ണിലൊഴിച്ച് കഴുക്. ശിവ, നീ അയാളെ പിടിക്കാൻ പോയിക്കോ. നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു. അതെ,
നീ എന്തായി കാണിക്കുന്നേ? നമ്മൾ രണ്ടുപേരും കൊക്കയിലേക്ക് വീഴും. നിർത്ത്, ജീപ്പ് നിർത്താനാ പറഞ്ഞേ. രണ്ടുപേരും വീഴില്ല, നിങ്ങൾ മാത്രം വീഴുള്ളൂ. ഞാൻ ജീപ്പിന്ന് ചാടാൻ പോവാണ്. അല്ലെങ്കിൽ പോയത് അങ്ക് കല്ല് വേണമെന്നുണ്ടോ അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുമോ? വേണ്ട, ഇനി എന്നെ കൊണ്ട് എണീക്കാനേ വയ്യ. ആദ്യത്തെ ദിവസം തന്നെ ഈ നാട് വിട്ട് പോയാ മതിയായിരുന്നു. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി. ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും ഒരു പാഠം പഠിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജയിലിൽ പോകാൻ പോകുന്നത്. താങ്ക് യു ശിവ. നീ ശരിക്കും നല്ല ചങ്കൂറ്റത്തോടെയാണ് ഇവനെ പിടിച്ചത്. 3 cheers for ശിവ. ഹിപ്പ് ഹിപ്പ് ഹുറേ, ഹിപ്പ് ഹിപ്പ് ഹുറേ. എടാ കള്ള, ഇങ്ങനെ മിണ്ടാതിരിക്കല്ല, ഹുറേ എന്ന് പറ. കൊള്ളാം, നിങ്ങൾ എന്നെ ജയിലിൽ കൊണ്ടുപോകും. ഇപ്പൊ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് ഹിപ്പ് ഹിപ്പ് ഹുറേ എന്ന് പറയണമെന്ന്. ഹിപ്പ് ഹിപ്പ് ഹുറേ.